ശ്രീ എസ്.ജെ.ആർ. കുമാർ, തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം SIT അന്വേഷണത്തിൽ പിന്നീട് ഇല്ല. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ? പക്ഷേ കോടതിയിൽ വിശ്വാസം അർപ്പിച്ച് ഭക്തലക്ഷങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രീ ഷാജു വേണുഗോപാൽ പറയുന്നത്. താങ്കളുടെ ഒരു നിലപാട് എന്താണ്? ഈ വിഷയത്തിൽ മന്ത്രി പറഞ്ഞ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? ഞാൻ വർഷങ്ങളോളം ക്ഷേത്രവുമായിട്ടും ഹൈന്ദവ സമാജവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് ചില പ്രത്യേക രീതിയിലുള്ള വിശ്വാസവും പൂജാവിധികളും ഒക്കെ ഉണ്ട്. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വടക്കേ ഇന്ത്യയിലോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളുള്ളതുപോലെ അല്ല. അത്തരം കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കണം ഈ 2018 നമുക്കെതിരെ ഒരു വിധി വരികയൊക്കെ ചെയ്തു. പക്ഷേ അത് മനസ്സിലാക്കുന്ന ഒരു സർക്കാർ അതിനെതിരെ അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ആ ക്ഷേത്ര ആചാരങ്ങൾക്കെതിരെ നീങ്ങി എന്നുള്ളത് നമ്മൾ കാണണം. അപ്പൊ അതുകൊണ്ട് ഒറ്റയടിക്ക് പറഞ്ഞാൽ കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ വിഷയത്തിൽ വിശ്വാസികൾക്കത് 2018 നമ്മൾ കണ്ടു. അത് LDF സർക്കാരായിരുന്നു, ഇത് UDF സർക്കാരാണ്. UDF സർക്കാർ അത് എത്തരത്തിലായിരിക്കും ക്ഷേത്രങ്ങളെ പരിഗണിക്കുക, വിശ്വാസികളുടെ കാര്യത്തെ പരിഗണിക്കുക, വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇതുവരെയുള്ള അനുഭവം വെച്ച് പറഞ്ഞ ഉണ്ട്. പക്ഷേ അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത്, എൻ്റെ അഭിപ്രായം, ഈ കോടതിയെ നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. കാരണം വെച്ചാൽ നമുക്കറിയാം, പല സമയത്തും കോടതി മാത്രമാണ് നമ്മുടെ വിശ്വാസികളുടെ രക്ഷയ്ക്ക് വരുന്നത് പല കാര്യങ്ങളിലും എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇവിടെ വേണ്ടത്. കാരണം സർക്കാരിൻ്റെ ഭാഗമായിട്ടൊരു ദേവസ്വം ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്, ഒരു മന്ത്രിയുണ്ട്, അതുപോലെ തന്നെ ഭാരതത്തിലൊരു നിയമമുണ്ട്. അപ്പം ഇത് തമ്മിലൊരു ബാലൻസ് നമ്മുടെ എല്ലാ പൊതുജീവിതത്തിൽ അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനൊരു ബാലൻസിങ് ആക്റ്റാണ് വേണ്ടത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒന്നിനൊന്ന് മേളിലോ അല്ലെങ്കിൽ തമ്മിൽ വഴക്കിനോ കാര്യമില്ല എന്നാണ് എൻ്റെ ആദ്യത്തെ അഭിപ്രായം. തീർച്ചയായിട്ടും സർക്കാർ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നമുക്കറിയാം, ഇപ്പോൾ അവിടെ PWD, ഇലക്ട്രിസിറ്റി, പോലീസ് സംവിധാനങ്ങളൊക്കെ ഒരുക്കേണ്ട സർക്കാരാണ്. അതുകൊണ്ട് സർക്കാരിന് ആ കാര്യങ്ങൾ വേണ്ട തരത്തിൽ പരിഗണിക്കണം. അതിനുള്ള അവകാശങ്ങളും അതിന് വേണ്ട സ്വാതന്ത്ര്യം അവർക്ക് കൊടുത്തേ മതിയാവും. പക്ഷേ ഭക്തജനങ്ങളുടെ കാര്യത്തിൽ ഈ വിഷയങ്ങളിലായാലും അതല്ലെങ്കിൽ ആചാരത്തിൻ്റെ വിഷയങ്ങളായാലും ഒരു തർക്കമുണ്ടായാൽ നമുക്ക് സമീപിക്കാവുന്ന ഏകമാർഗം കോടതിയാണ്. പല കാര്യങ്ങൾ നമുക്കറിയാം, തിരിച്ചറിവിൻ്റെ വിഷയത്തിലും ധാരാളം കാര്യങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ എപ്പോഴും കോടതിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബാലൻസിങ് ആക്റ്റാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഇപ്പോൾ SIT അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞാൽ, ശരിക്കും എൻ്റെ അഭിപ്രായം, അത് തുടക്കത്തിൽ വളരെ നല്ല രീതിയിൽ പോയെങ്കിലും അത് പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഗതി മാറിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും. അതെല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. കാരണം ഇത്രയധികം ദിവസങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കാനായിട്ട് നോക്കുമ്പോൾ അവരെന്തുമാത്രം അന്വേഷിച്ചു. പോലീസ് SITയിൽ അവർക്ക് അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് നമുക്ക് സംശയം തോന്നുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോയെന്ന് പെട്ടെന്ന് മന്ദഗതിയിലാകുകയും, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വന്ന സമയത്തൊക്കെ തന്നെ അവർ ചില പാർട്ടിയുടെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് സംശയമാണ്. അല്ലെങ്കിൽ അന്ന് ഭരിക്കുന്ന സർക്കാരിൻ്റെ നിയന്ത്രണത്തിൽ അവർ പല കാര്യങ്ങളും മെല്ലെ പോക്ക് നയം സ്വീകരിച്ചോ എന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഈ SITയുടെ അന്വേഷണം പൂർണ്ണ തൃപ്തികരമല്ല എന്ന് തന്നെ പറയേണ്ടി വരും. മാത്രമല്ല, കോടതി ഇപ്പം നമുക്ക് കോടതിയുടെ കാര്യം തന്നെ എടുത്താൽ, കേരള ഹൈക്കോടതിയിൽ ഈ ദേവസ്വം ബെഞ്ചാണ് ഈ SITയെ നിയമിക്കുകയും നിയന്ത്രിക്കുകയൊക്കെ ചെയ്യുന്നെങ്കിൽ പലപ്പോഴും ഈ ജാമ്യാപേക്ഷയുമായിട്ട് പോയിരിക്കുന്ന സിംഗിൾ ബെഞ്ചിൻ്റെ അടുത്ത് ചെല്ലുമ്പം ഈ സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശം ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. അത് ഓർക്കുന്നവർക്കറിയാം. അത് വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ചില കാര്യങ്ങളായിരുന്നു. കാരണം എന്തുകൊണ്ടാണ് അന്വേഷണം ഇങ്ങനെ മെല്ലെ പോകുന്നത്? ഓരോ ആളുടെ പേര് പറഞ്ഞിട്ട് തുടക്കത്തിൽ ഇന്ന ആളുകളൊക്കെ പ്രതിയാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് കോടതിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ SITയുടെ അന്വേഷണം തൃപ്തികരമാണോ അല്ലയോ എന്ന് നമ്മൾ പറയുന്നതിലും ഞാൻ പറഞ്ഞ കോടതികളുടെ രണ്ട് ബെഞ്ച് തമ്മിലുള്ള അഭിപ്രായം തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അത് നമുക്കിപ്പോഴും അറിയാം, പലരും ഈ പ്രതിസ്ഥാനത്തുള്ള ശരി, അതിലേക്ക് വിശദമായി തന്നെ വരാം തീർച്ചയായും.